ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 76-ാമത്തെ ശ്ലോകം നോക്കാം. നഹി വൈഷ്ണവതാകുത്ര സമ്പ്രദായ പുരസ്സരാ ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാര സ്ഥലേ സ്ഥലേ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ന എന്നാൽ നമുക്കറിയാം നെഗറ്റീവ് മീനിങ്, ഇല്ല അല്ലെങ്കിൽ അല്ല എന്നൊക്കെയുള്ള അർത്ഥം. നഹി എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ഇല്ല. വൈഷ്ണവത എന്നാൽ വൈഷ്ണവധർമ്മം കുത്ര ഒരിടത്തും കാണാനില്ല. അപ്പോൾ ഒട്ടും തന്നെയും ഒരിടത്തും ഈ വൈഷ്ണവധർമ്മം കാണാനേയില്ല. സമ്പ്രദായ പുരസ്സര, സമ്പ്രദായം അനുസരിച്ചുള്ള ഈ വൈഷ്ണവധർമ്മം ഒരിടത്തും ഒട്ടും തന്നെയും ഇപ്പോൾ ഈ കലിയുഗത്തിൽ കാണാനേയില്ല. ഏവം എന്നാൽ ഇപ്രകാരം പ്രളയതാം, പ്രളയത്തെ അഥവാ നാശത്തെ, പ്രാപ്ത എന്നാൽ പ്രാപിച്ചു, ഇപ്രകാരം നാശത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു. എന്ത്? വസ്തുസാര സ്ഥലേ സ്ഥലേ. വസ്തുസാര, വസ്തുവിൻ്റെ സാരം, അതിൻ്റെ ആ എസൻസ് എന്താണോ, അതിൻ്റെ ആ മഹത്വം എന്താണോ ഓരോ സൃഷ്ടിയുടെയും, അത് ആ വസ്തുസാരം ഇപ്പോൾ സ്ഥലേ സ്ഥലേ എല്ലാ സ്ഥലത്തും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കലികാലത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല, ഈ ഭൂമി ഒന്നാകെ തന്നെ ആ വസ്തുസാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. സമ്പ്രദായം അനുസരിച്ചുള്ള ആ വൈഷ്ണവധർമ്മം എങ്ങും തന്നെയും ഒട്ടും തന്നെയും കാണുവാനില്ല. നമുക്ക് ഭഗവാന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമം തുടങ്ങുമ്പോൾ തന്നെ വിശ്വം എന്നാണ് തുടങ്ങുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ യാതൊന്നാണോ അതാണ് ഭഗവാൻ. അഥവാ ഈ പ്രപഞ്ചം മുഴുവൻ ഈ ഭഗവാനിലാണ് നിലകൊള്ളുന്നത്. ഭഗവാൻ ഇല്ലാതെ ഒരു വിശ്വമില്ല, ലോകമില്ല. ഈ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ സത്തായി വർത്തിക്കുന്ന, സാരമായി വർത്തിക്കുന്ന ആ ചൈതന്യത്തെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത് വേണ്ട വിധത്തിലുള്ള ആത്മജ്ഞാനം ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ സമ്പ്രദായം അനുസരിച്ചുള്ള വൈഷ്ണവധർമ്മം എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് അത് പരമ്പരാഗതമായി വന്നിരുന്നതാണ്. ഈ ഒരു ആത്മീയ സാരം, ആത്മസാരത്തെ, ഈ ഒരു തത്വത്തെ, ഈ അറിവിനെ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ കലികാലത്തിൽ വന്നപ്പോൾ ആ സമ്പ്രദായവും നിന്നുപോയി, ജനങ്ങളുടെ മനസ്സും ദുഷിച്ചിരിക്കുന്നു. അങ്ങനെ ഈ കലികാലത്തിൽ എല്ലാത്തിൻ്റെയും മൂല്യം എന്താണോ, എല്ലാത്തിൻ്റെയും സാരം എന്താണോ, തത്വം എന്താണോ, സത്ത് എന്താണോ അതറിയാൻ വയ്യാതെ ജനങ്ങൾ, അതറിയാൻ ശ്രമിക്കാതെ ജനങ്ങൾ അവരുടെ മനസ്സിനെ ഈ കാമക്രോധ ലോഭമോഹാദികളിൽ തളച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാത്തിൻ്റെയും എല്ലാ സ്ഥലത്തും വസ്തുസാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഈ ഒരു തത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ മാത്സര്യ ബുദ്ധി ഉണ്ടാവുകയില്ല, മതം ഉണ്ടാവുകയില്ല, ഒന്നും ഒന്നിനേക്കാൾ കേമമല്ല എന്ന് നമ്മൾ അറിയും. നമുക്ക് ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ, ചില കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ ഒരേ ഒരു വ്യക്തി തന്നെ, ചില കണ്ണാടിയിൽ നോക്കുമ്പോൾ വണ്ണം കൂടുതൽ തോന്നിക്കും, ചില കണ്ണാടിയിൽ നോക്കുമ്പോൾ നീളം കൂടുതലുള്ളതായി തോന്നിക്കും, ചില കണ്ണാടിയിൽ നോക്കുമ്പോൾ കൂടുതൽ വെളുത്തിരിക്കുന്നതായി തോന്നിക്കും, ചില കണ്ണാടിയിൽ നോക്കുമ്പോൾ അല്പം ഇരുണ്ടിരിക്കുന്നതായി തോന്നിക്കും. ഇവിടെയൊക്കെ വ്യക്തി ഒന്നാണെങ്കിലും കാണുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിക്ക് വരുന്ന ഭേദമനുസരിച്ച് കാഴ്ചയിലും വ്യത്യാസം വരുന്നതാണ്. വ്യക്തിക്ക് ഭേദം വരുന്നില്ല എന്ന് സാരം. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ എല്ലാ സൃഷ്ടികളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര തത്വം, ഈശ്വരൻ എന്ന സത്യം, ഈ ജീവൻ എന്ന സത്ത്, അതൊന്ന് തന്നെയാണ്. അതിനെ
പ്രതിബിംബിപ്പിക്കുന്ന ഈ ശരീരം, കണ്ണാടിയാകുന്ന ശരീരത്തിൽ മാത്രമേ ഭേദമുള്ളൂ. എല്ലാ സൃഷ്ടികളുടെയും സാരം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ ബാഹ്യമായ പ്രകടിതമായ ഈ ശരീരത്തിൻ്റെ ഉള്ളിലെ, ഈ സ്ഥൂല ശരീരത്തിനുള്ളിലെ ആ ജീവനെ, ആ ജീവാത്മാവിനെ, ആ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈ കാമോ ക്രോധമോ ലോഭമോ മോഹമോ എല്ലാം അസ്തമിച്ചു പോകും. കാരണം ഇതൊക്കെ വരുന്നത് എനിക്ക് മറ്റൊന്നിനേക്കാൾ കേമമാകണമെന്നുള്ള ആ ഒരു മാത്സര്യബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയും ആരെ ചതിച്ചും എനിക്ക് മുന്നേറണം എന്നൊരു ഭാവത്തിലേക്ക്, എന്നൊരു അധർമ്മത്തിൻ്റെ പാതയിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെടുന്നത്. എന്നാൽ എല്ലാ ജീവനും, എല്ലാ സൃഷ്ടികളും ഒന്ന് തന്നെയാണ്, ഒരേ ഈശ്വരാംശമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കാർക്കും ആരെയും വെട്ടിക്കൊല്ലാൻ കഴിയില്ല, ആരെയും ചതിക്കാൻ കഴിയില്ല, ആരോടും മാത്സര്യ ബുദ്ധി വെച്ചു പുലർത്താനാവില്ല. ഇവിടെ സജ്ജനങ്ങളെ എപ്പോഴും ഓർക്കുക, നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രിയമാവില്ല എന്നുള്ളതൊന്നും തന്നെയും മറ്റുള്ളവരുടെ നേരെയും തൊടുത്തുവിടരുത്. അത് തൊടുത്തുവിടുന്ന കാരണം എൻ്റെ ഉള്ളിൽ എനിക്കിഷ്ടപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അതേ ഈശ്വര ചൈതന്യം തന്നെയാണ് ഞാൻ അതേ വടി മറ്റൊരാളുടെ നേരെ തൊടുത്തുവിടുമ്പോൾ അതേ ഈശ്വര ചൈതന്യം വഹിക്കുന്ന ദേഹത്തിനും അത് ഇഷ്ടപ്പെടില്ല എന്നറിയുക. അപ്പോൾ എനിക്ക് അപ്രിയമായതൊന്നും ഞാൻ മറ്റൊരാളിലേക്ക് തൊടുത്തുവിട്ട് മറ്റുള്ളവർക്ക് അപ്രിയത്തെ ഉണ്ടാക്കാതെ ഇരിക്കണമെങ്കിൽ ഈ ഒരു സാരതത്വത്തെ, സാരാംശത്തെ നന്നായി ബോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാകട്ടെ ഈ കലികാലത്തിൽ ആ സമ്പ്രദായമനുസരിച്ചുള്ള ആ വൈഷ്ണവ ധർമ്മമെല്ലാം തന്നെയും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇന്ന് ഒരിടത്തും കാണാനില്ലാത്തത് കൊണ്ട് തന്നെ ആ വസ്തുസാരം നാശത്തെ പ്രാപിച്ചു എല്ലാ സ്ഥലത്തും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. നഹി വൈഷ്ണവതാ കുത്ര സമ്പ്രദായ പുരസ്സരാ ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാര സ്ഥലേ സ്ഥലേ. ഇനിയും ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ടിടത്ത് വിസർഗമുണ്ട്. ആദ്യത്തെ പദത്തിൽ സമ്പ്രദായ പുരസ്സര, അവിടെ ആ പുര കഴിയുമ്പോൾ ഒരു പകുതി ഹകാരം കൊടുക്കുക. അതുപോലെ വസ്തുസാര സ്ഥലേ സ്ഥലേ, ഇവിടെ സാര എന്നൊരു പകുതി ഹകാരം കൊടുക്കുക. അത് രണ്ട് കാര്യങ്ങളെ ഈ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഹരേ കൃഷ്ണ.